കാർത്തങ്ങാടി തിരുമൽ ദേവസ്വത്തിലെ കൊടിമരത്തിൻ്റെ എണ്ണത്തോണിലിട്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇത് രണ്ട് മാസത്തോളമായി ഈ എണ്ണത്തോണിയിലിട്ടിട്ട് ഇത് ഇവിടെ തന്നെ വെച്ചാണ് മിഷനാലാണ് ഇതിൻ്റെ വർക്ക് മൊത്തം തീർന്നിരിക്കുന്നത്. സാധാരണ ആശാരിമാർ പണിയുന്നത് കൈകൊണ്ടാണ്, ഇത് മൊത്തം മിഷനാണ് പണി തീർത്തിരിക്കുന്നത്. ഇത് 32 കൂട്ടം മരുന്നുകളും ആയുർവേദ മരുന്നുകളും 3 കൂട്ടം എണ്ണ, അതായത് വേപ്പെണ്ണ, നല്ലെണ്ണ, ആവണക്കെണ്ണ, അതിൻ്റെ യോഗ അനുസരിച്ച് ചേർത്തിട്ടാണ് ഇതിൻ്റെ കൂട്ടിട്ടിരിക്കുന്നത് സംഭവം. ഇതിപ്പം 2 മാസത്തിന് മേലായി, ഒരു 1.5 വർഷത്തോളം ഇത് കിടന്നെങ്കിലേ ഉള്ളൂ ഇതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശരിക്കും ഈ തടി ഉണങ്ങും തോറും ഈ എണ്ണ കുടിച്ച് അത് ശരിക്കും തടി ഹാർഡായെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ തടിക്കകത്ത് കിടക്കുന്ന അഴുക്കുകൾ മൊത്തം കംപ്ലീറ്റ് മാറിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ശരിയാമെന്ന തടിക്ക് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഒരു 500-600 വർഷത്തോളം ഈ തടി കിടക്കുന്നതിൻ്റെ കാരണം അതാണ് മെയിനായിട്ട്. ക്ഷേത്രങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അതുതന്നെ, തടി സംബന്ധമായ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അത് ഇതിൻ്റെ കണക്കും കാര്യാദികളും മൊത്തം അത് വേറെയുള്ള ഒരു സമയത്ത് വേറെ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇതിൻ്റെ കൊടിക്കയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് കൊടിക്കയുടെ ഭാഗങ്ങൾ കാണുന്നത്. ഇതെന്നാണ് തിരിച്ചു പോകുന്നത്. അതിന് കൊടിക്കയുടെ ബാക്കി ഭാഗങ്ങളാണ് ഞങ്ങളവിടെ പിച്ചളയുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മേലെ വരുന്നതാണ് അതിൻ്റെ മൂലാധാരമായിട്ട് പീഠഭാഗങ്ങൾ. വിഗ്രഹം പിന്നെ അതിൻ്റെ വാഹനം വരുന്നതിൻ്റെ പീഠത്തിൻ്റെ ഭാഗമാണ്. പീഠം വേറെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അത്രയും ഭാഗങ്ങളാണ്.